സ്പേസ് ഡോക്കിംഗ് ദൃശ്യങ്ങൾ ഇതാദ്യമായി പുറത്തുവിട്ട ISRO ഡോക്കിംഗ് നടന്നത് ഇന്നലെ പുലർച്ചെയാണ്. പല നിർണായക ദൗത്യങ്ങളുടെയും ചവിട്ടുപടി എന്ന് ISRO ചെയർമാൻ അറിയിച്ചു. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. അതിനു മുമ്പ് ആ ദൃശ്യങ്ങളിലേക്ക്. ISRO അല്പസമയം മുമ്പാണ് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. Phase of the mission wherein the spacecraft will screens from the mission control room showing the satellite ground trace and inter-satellite distance during various events are also displayed for real-time monitoring. Initially closer approach phases with hold points for safety and control, and final the docking phase with capture, retraction and rigidization. ISRO's space docking experiment. Both these spacecrafts are captured. So the capture event is nominal. Capture is completed. Each other. SDX-1 entry has been confirmed. Capture is nominal. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഒരു നാഴികക്കല്ല് പിന്നിടുകയാണ് ISRO. ആ ആഘോഷമാണ്, അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ ചെയർമാൻ അറിയിക്കുന്നത്? നിർണായക ദൗത്യങ്ങളുടെ ചവിട്ടുപടിയാണ്. ഒരു പക്ഷേ നമ്മളുടെ ഒരു സ്പേസ് സ്റ്റേഷൻ എന്നൊക്കെ, ബഹിരാകാശ നിലയം എന്നൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെയൊക്കെ അതിലൊക്കെ പ്രധാനപ്പെട്ടതാണ് ഈ ഡോക്കിംഗ് ദൗത്യം, അല്ലേ? വിജയകുമാർ, ഇന്നലെ ഈ സ്പേസ് ഡോക്കിംഗ് ദൗത്യം നടന്നതിനു ശേഷം ഇന്ത്യക്കാർ ഒന്നാകെ കാത്തിരുന്നത് ഈ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ചിത്രത്തിലോ അല്ലെങ്കിൽ ചില സിനിമകളിലോ മറ്റോ ചില ഈ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ചൈനയുടെയോ ഒക്കെ ഡോക്കിംഗ് ദൃശ്യങ്ങൾ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അക്കൂട്ടത്തിലേക്ക് ഇന്ത്യയുടെ ദൃശ്യം കാണാൻ കാത്തിരുന്നവർക്കാണ് ISRO എന്തായാലും ഇപ്പോൾ ആ ദൃശ്യങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെയോടെയാണ് ഡോക്കിംഗ് നടന്നത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബംഗളൂരുവിലെ ഇസ്ട്രാക്കിലായിരുന്നു കൺട്രോളിംഗ് പോയിന്റ്. ആ കൺട്രോളിംഗ് പോയിന്റിൽ നിന്നും ഓരോ നിർദ്ദേശങ്ങൾ നൽകുന്നതും ഒപ്പം തന്നെ ഓരോ ഘട്ടത്തിലെയും ഈ സാറ്റലൈറ്റുകളുടെ നീക്കവും അതിന്റെ കൂട്ടിച്ചേർക്കലും കൂട്ടിയോജിപ്പും ഒക്കെ കൃത്യമായി കാണിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെയോടെ തന്നെ ഈ ഡോക്കിംഗ് നടന്നു എന്നതിനെ സാധൂകരിക്കുന്ന വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. നേരത്തെ നമുക്കിത് ലൈവായി കാണാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്കിംഗ് ആണ്, അത് എപ്പോൾ സാധ്യമാകുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് പിന്നീട് ഒരു വീഡിയോ ആയി പോസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഇതിൽ ISRO ചെയർമാൻ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഇത് ശരിക്കും ഒരു ചവിട്ടുപടിയാണ്. കാരണം കുറേയധികം മിഷനുകൾ, ഏതാണ്ട് ഒരു 2042 വരെ പലതരത്തിലുള്ള പദ്ധതികളാണ് ISROയ്ക്ക് ഉള്ളത്. അതിൽ ചന്ദ്രയാൻ 4 വരുന്നുണ്ട്. ഒപ്പം തന്നെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ അത് 15 വർഷം കഴിഞ്ഞ് അത്തരത്തിൽ ആ സമയം എടുത്തുകൊണ്ട് നടപ്പിലാകുന്ന ഒന്നാണ്. അവിടെ ഒക്കെയും അതുപോലെ തന്നെ പിന്നെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ചുകൊണ്ട് നടത്തേണ്ട പദ്ധതികൾ, അങ്ങനെ പലതും ISRO ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിന്റെ ഒക്കെയും ഒരു ചവിട്ടുപടിയായിട്ടാണ് ഈ ഒരു മിഷനെ കാണാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ആ ഡോക്കിങ്ങുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആ ഒരു കൗതുകം അത് കൂടുതൽ അതായത് റഹീസ് പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന പല സുപ്രധാന ദൗത്യങ്ങളുടെയും ഒരു ചവിട്ടുപടി കൂടിയാണ് ഈ പരീക്ഷണം. അതിലാണ് ISRO വിജയിച്ചിരിക്കുന്നത്. അതാണ് ചെയർമാൻ അക്കാര്യം വിശദീകരിക്കുകയും ചെയ്തത്. ആദ്യമായാണ് ISRO ഡോക്കിംഗ് ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്.